48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് തുറക്കണമെന്ന അമേരിക്കയുടെ അന്ത്യശാസനത്തിന്റെ സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നിലപാട് വ്യക്തമാക്കാതെ ഇറാൻ. അമേരിക്ക കടുത്ത നടപടികളിലേക്ക് കടന്നാൽ നരകം സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇറാൻ അനുകൂലിക്കുന്നുവെങ്കിലും അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇതിനിടെ ഇറാൻ തകർത്ത US യുദ്ധവിമാനത്തിലെ പൈലറ്റിനു വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. ഇറാനിൽ സർവകലാശാലയ്ക്കും പ്ലാന്റുകൾക്കും നേരെ സംയുക്ത സേനയുടെ ആക്രമണമുണ്ടായി. ഇറാൻ കുവൈറ്റിലേക്ക് തിരിച്ചടിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി VV വിനോദ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. വിനോദ്, ഇതുപോലെ ഒരു അന്ത്യശാസന സമയം നേരത്തെയും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നതാണ്. ആ 48 മണിക്കൂർ പൂർണ്ണമാകുന്നതിന് മുൻപാണ് ട്രംപ് ഇടക്കാല വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ മറ്റൊരു 48 മണിക്കൂറിന്റെ അന്ത്യശാസന സമയത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് സാഹചര്യം? ട്രംപ് പിന്മാറാനുള്ള സാധ്യതയുണ്ടോ, അതോ പ്രവചിക്കാനാകാത്ത ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണോ കാര്യങ്ങൾ? രണക, പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഒരു വാർത്ത വരുന്നത് ഈ US-ന്റെ പൈലറ്റ് 2 വിമാനങ്ങളാണ് തകർന്നത്. ഓരോ പൈലറ്റ് വീതമാണ് ഈ വിമാനങ്ങളിൽ ഉണ്ടായിരുന്നത്. ആദ്യത്തെ ആളെ നേരത്തെ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. രണ്ടാമത്തെ പൈലറ്റിനെ കൂടി കിട്ടിയെന്ന ഒരു വിവരം നേരത്തെ പുറത്തു വന്നു. ഇപ്പോൾ ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ അക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്നാൽ പൈലറ്റിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച കാര്യങ്ങൾ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. അത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. നേരത്തെ തന്നെ കുവൈറ്റിൻ്റെ മേഖലയിലാണ് പൈലറ്റ് ഇറങ്ങിയത് ഇജക്ട് ചെയ്ത് പാരച്യൂട്ടിൽ അദ്ദേഹം ഇറങ്ങിയത് കുവൈറ്റിൻ്റെ മേഖലയിലാണ് എന്ന ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇറാൻ പൈലറ്റിനെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഇറാൻ്റെ തന്നെ ആ പ്രവിശ്യകളിലായിരുന്നു ഇറാൻ്റെ പരിശോധന. ഇപ്പോഴും ഇങ്ങനെ ഒരു വിവരം വരുമ്പോഴും അത് പൂർണ്ണമായും ഇറാൻ മുഖവിലക്കെടുക്കുന്നില്ല. കാരണം ഭൂമിശാസ്ത്രപരമായ ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തങ്ങളുടെ മേഖലയിൽ തന്നെ ആകണം പൈലറ്റ് ഇറങ്ങിയത് എന്ന ഒരു കണക്കുകൂട്ടലിലാണ് ഇറാനുള്ളത്. ഏതായിരുന്നാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു എന്നത് തന്നെയാണ്. ഏതായിരുന്നാലും അങ്ങനെ ഒരു വിശദീകരണം വരുമ്പോൾ ഇനി ഇറാൻ ഈ തിരച്ചിൽ തുടരുമോ എന്ന കാര്യത്തിൽ ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. പ്രത്യേകിച്ച് ഇറാൻ 63 ലക്ഷം രൂപയാണ്, ഇന്ത്യൻ മണിയാണ്, പൈലറ്റിന് ജീവനോടെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികമായി നൽകാമെന്ന് പറഞ്ഞത്. 2 വിമാനങ്ങളാണ്, F-15 അതോടൊപ്പം തന്നെ A-10 തണ്ടർബോൾട്ട്, ഇങ്ങനെയുള്ള 2 യുദ്ധവിമാനങ്ങളാണ് തകർന്നു വീണത്. രണ്ടും വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പറന്നു ഉയർന്നതാണ്. രേണുക ചോദിച്ചതുപോലെ തന്നെ ഈ 48 മണിക്കൂറിൻ്റെ അന്ത്യശാസനം അത് ഇന്ന് രാത്രിയോടുകൂടിയാണ് അവസാനിക്കുന്നത്. എന്നാൽ ഇറാൻ ഇതുവരെ അമേരിക്ക മുന്നോട്ട് വെച്ച ഉപാധികളൊന്നും തന്നെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് ഹോർമുസിൽ കച്ചവട താല്പര്യം അമേരിക്കയ്ക്ക് ഉണ്ട് എന്ന ഒരു വാദമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. തീവ്രവാദത്തിനെതിരെ എന്ന പോരാട്ടം പുറമേ പറയുന്നതാണ്. പക്ഷേ ട്രംപിൻ്റെ ലക്ഷ്യം ഹോർമുസിലെ സമ്പാദ്യം തന്നെയാണ്, അല്ലെങ്കിൽ അതുവഴി ലഭിക്കുന്ന ധനം തന്നെയാണ് എന്ന കാര്യമാണ് ഇറാൻ പറയുന്നത്. ഇസ്ലാമാബാദിലെ ചർച്ചയിൽ ഇറാൻ്റെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല. തുർക്കിയും അതോടൊപ്പം തന്നെ ഈജിപ്തും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഒരു മധ്യസ്ഥ വഹിക്കാമെന്ന താല്പര്യത്തോടു കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അക്കാര്യങ്ങൾ നടന്നിട്ടില്ല. ബുഷഹറിലെ ആണവ നിലയം, ഇറാനിലെ ആണവ നിലയമാണ്, അവിടെ അമേരിക്കയുടെ ആക്രമണമുണ്ടായി. ഇറാൻ ഇപ്പോൾ നൽകുന്നൊരു മുന്നറിയിപ്പ് ഒരുപക്ഷെ GCC രാജ്യങ്ങൾ മുഴുവൻ നശിക്കുന്ന നിലയിലേക്ക് ഈ കാര്യങ്ങൾ പോകും. അങ്ങനെ ആണവ നിലയങ്ങൾ തകർത്താൽ ഒരുപക്ഷെ ടെഹ്റാനിലേക്ക് ഈ ആണവ വികിരണം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പെർഷ്യൻ കടലിടുക്കിൻ്റെ മറുവശത്തുള്ള, അതായത് ഇറാൻ ഒരു വശത്തെ തീരത്താണ്, മറു തീരത്തുള്ള കുവൈറ്റും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിൻ്റെ കെടുതി അനുഭവിക്കേണ്ടി വരും എന്ന കാര്യം ഇറാൻ മുന്നറിയിപ്പായി നൽകുന്നു. അമേരിക്കയ്ക്ക് സൈനിക താവളം നൽകുന്നത് മാത്രമല്ല GCCയെ കാത്തിരിക്കുന്ന അപകടം, മറിച്ച് ഇങ്ങനെ ഒരു സഹായം അമേരിക്കയ്ക്ക് ചെയ്യുമ്പോൾ അവർ ആണവ നിലയങ്ങൾ ആക്രമിച്ചാൽ അതിൻ്റെ ദുരന്തം പേറേണ്ടി വരുന്നത് ഗൾഫ് രാജ്യങ്ങളായിരിക്കും എന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ചില ആശ്വാസകരമായ വാർത്തകളുണ്ട്. 15 കപ്പലുകൾ കൂടി രാജ്യത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മംഗലൂരു തീരത്ത് 44,000 ടൺ LPGയുമായുള്ള കപ്പൽ അടുത്തു എന്ന ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത കൂടി ഉണ്ട്. തീർച്ചയായും അത് ആശ്വാസമാണെങ്കിലും യുദ്ധം കനക്കുകയാണെങ്കിൽ എന്താകും സാഹചര്യം എന്ന ആശങ്കകൾ കൂടി നിലനിൽക്കുകയാണ്. വിനോദ്, ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ സൂചനകളുണ്ടോ? കഴിഞ്ഞ അന്ത്യശാസനം അത് ചർച്ചകളിലൂടെ അത് ഒരു ആശ്വാസകരമായ സാഹചര്യത്തിലേക്ക് എത്തി എന്നതായിരുന്നു ട്രംപ് സൂചിപ്പിച്ചത്. ഇറാൻ ആവർത്തിച്ച് അത്തരം ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്ന് പ്രസ്താവിക്കുന്ന സാഹചര്യവുമൊക്കെ അതിനുശേഷമുണ്ടായി. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ മധ്യസ്ഥത ചർച്ചകളോ നേരിട്ടല്ലാതെയുള്ള അനുനയ നീക്കങ്ങളോ നടക്കുന്നുണ്ടോ?
48 മണിക്കൂറിൻ്റെ അന്ത്യശാസനം എന്ന് പറയുമ്പോൾ ഇതിനു മുൻപും ട്രംപ് അങ്ങനെ അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. ഓരോ ഘട്ടങ്ങളിലും അന്ത്യശാസനം എന്ന ഒരു പ്രഖ്യാപനം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. നിലപാടുകളിൽ ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തതയോ അല്ലെങ്കിൽ അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു സമീപനമോ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം തൊട്ട് പിന്നാലെ വീണ്ടും ഇറാനിലേക്ക് ആക്രമണം നടത്തുന്ന ഒരു രീതിയായിരുന്നു. പിന്നീട് 15 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇത് ഇറാൻ അംഗീകരിക്കുന്നില്ല. ട്രംപിനെ സംബന്ധിച്ചും ഇപ്പോൾ ഇതൊരു ഊരാക്കുടുക്കായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് മറ്റ് രാജ്യങ്ങൾ വിലയിരുത്തുന്നത്. നാറ്റോയുമായി തെറ്റി നിൽക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ അമേരിക്ക ഉള്ളത്. കാരണം കാനഡയും അമേരിക്കയും ഉൾപ്പെടെ 32 രാജ്യങ്ങളാണ്. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഈ യുദ്ധത്തെ അംഗീകരിക്കുന്നില്ല. അവരെല്ലാം തന്നെ പിന്മാറി നിൽക്കുന്നു. അവിടുത്തെ നേതാക്കളെ വ്യക്തിപരമായി ട്രംപ് അധിക്ഷേപിക്കുന്ന നിലയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ ട്രംപിനെതിരെയുള്ള വലിയ പടയൊരുക്കം നടക്കുന്നു. അല്ലെങ്കിൽ ഈ വിഷയം നേരത്തെ സെനറ്റിൽ വന്നപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പോലും ട്രംപിനെതിരായി വോട്ടുകൾ പോകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല അമേരിക്കയിൽ ഇടക്കാല ഹിതപരിശോധന വരികയാണ്. സർക്കാരിൻ്റെ കാര്യത്തിലുള്ള ഹിതപരിശോധന വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിന് അനുകൂലമായ സാഹചര്യമല്ല അമേരിക്കയിൽ നിലനിൽക്കുന്നത്. മാത്രമല്ല അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ട്രംപ് ഒഴിവാക്കുന്ന ഒരു നില കൂടിയുണ്ട്. രേണുക, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയ ഹോർമുസ് കടലിടുക്ക് കടന്ന് 8 ഇന്ത്യൻ കപ്പലുകൾ. ഈ പാതയിലൂടെ ഏറ്റവും കൂടുതൽ കപ്പലുകൾ കടത്തിവിടാൻ കഴിഞ്ഞ രാജ്യങ്ങളിലൊന്നായി ഇതോടെ ഇന്ത്യ മാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയം കൂടിയാണ് ഈ നേട്ടം. ഗ്രീൻ സാൻവിയാണ് ഹോർമുസിലൂടെ ഇന്ത്യയിലേക്ക് വന്ന 8ാമത്തെ കപ്പൽ. 2 കപ്പലുകൾ കൂടി LPGയുമായി ഉടൻ ഹോർമുസ് കടക്കും. ഗ്രീൻ ആശ, ജഗ് വിക്രം എന്നിവയാണ് ഈ കപ്പലുകൾ. ശിവാലിക്, നന്ദാദേവി, ജഗ് ലാഡ്കി, പൈൻ ഗ്യാസ്, ജഗ് വസന്ത്, BW ടൈഗ്, BW എൽമ എന്നിവയാണ് ഹോർമുസ് കടന്ന് ഇന്ത്യയിലേക്ക് എണ്ണയും LPGയും എത്തിച്ച മറ്റ് കപ്പലുകൾ. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഏകദേശം 485 ജീവനക്കാരുമായി 15ലധികം ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾ ഇപ്പോഴും ഗൾഫ് മേഖലയിലുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.